ഹലോ ഗൈസ്, നമുക്ക് പെയിൻറ്റിങ് ചെയ്താലോ? ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യാമല്ലേ? നമ്മളിതുവരെ പേജിൽ ചെയ്തിട്ടുള്ളത് എന്താണ്? സെൻഡാംഗിൾ ആർട്ട്, അതുപോലെ ക്രാഫ്റ്റൊക്കെയാണ്. സെൻഡാംഗിൾ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് സിമ്പിളായിട്ട് വരക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാനും വരക്കാൻ പഠിക്കാനൊക്കെ സുഖമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അതേപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് ആണിട്ടത്. ഫസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് ബോർഡർ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഓയിൽ പെയിൻറ്റോ അല്ലെങ്കിൽ വാട്ടർ കളർ സ്യൂട്ടാവില്ല. ഓയിൽ പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അക്രൈലിക് പെയിൻറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ബ്ലാക്ക് കളർ നമ്മൾ ഇതേപോലെ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഡാർക്ക് ഗ്രീൻ കളറിൽ ചെറിയ ലീവ്സ്, അതായത് വീതിയില്ലാത്ത ലീവ്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അത് സൈഡ് പുറത്തുനിന്നും ഇതുപോലെ ആ ഔട്ട്ലൈൻ്റെ പുറത്തേക്കും കൊടുക്കുക കേട്ടോ. ഈ ലീവ്സ് ഇങ്ങനെ തിരിച്ച് നിൽക്കുന്ന രൂപത്തിൽ. എന്നിട്ട് അതിൻ്റെ ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ കുറച്ചും കൂടി ലൈറ്റ് കളറിൽ കുറച്ചും കൂടി വീതിയുള്ള ലീവ്സ് വരച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിലേറെ ഒന്നും കൂടി ലൈറ്റ് കളറിൽ കുറച്ചും കൂടി ലീവ്സ് വരച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഡാർക്ക് ബ്ലൂവിൽ ഇതുപോലെയുള്ള ഫ്ലവറോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വരക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും ചൂസ് ചെയ്യാം കേട്ടോ. റെഡോ യെല്ലോയോ ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യുക. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഡാർക്ക് ഞാൻ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുക. അതിനുശേഷം അതിലേറെ ഒന്നുകൂടി ലൈറ്റ് കളറിലുള്ള ബ്ലൂ കൊടുക്കുക. പിന്നെ ഒന്നുകൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ലൈറ്റ് കളറിലുള്ള ബ്ലൂ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ റെഡും യെല്ലോയും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറും യെല്ലോ അതാണെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 3D ലുക്ക് കിട്ടും. അതുപോലെ കാണാനൊരു ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് തോന്നും കേട്ടോ കാണുമ്പോൾ. അത് ആ ബ്ലാക്ക് അതിൻ്റെ അടിയിൽ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ വൈറ്റ് ഡോട്ട്സും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കുറേ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ വൈറ്റ് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക, ലാസ്റ്റ് ടച്ചപ്പായിട്ട് ലൈറ്റ് ഗ്രീന്, അതായത് യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ലീവ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.